ACP പറഞ്ഞതുപോലെ ഏതോ ഒരുത്തനുണ്ട്. എവിടെയുണ്ടവൻ? എവിടെയുണ്ടിപ്പോ? ഹലോ അണ്ണാ, ഞാൻ ദേവയുടെ ഫ്രണ്ടാ. പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ കാര്യം ദേവ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് അണ്ണനോട് പറയുന്നതിന് മുമ്പ് പാവം നമ്മുടെ ദേവ. ഡേയ്, ഏതോ ഒരു പെണ്ണിന്റെ കാര്യമാണ് നീ സംസാരിക്കുക. പറഞ്ഞു. എവിടെയാ വരേണ്ടത്? ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പോയല്ലോ നാശം. അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ. എന്റെ ആക്ടിങ് ഇത്തിരി കൂടി പോയല്ലേ? ചാൻസ് വേണോ? എന്തിന്? ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാവോ? ആക്ട് ചെയ്യാമോന്നോ? ചാൻസ് എനിക്ക് തന്നു നോക്ക്, അപ്പൊ കാണാം. എന്നാ വാ, പോയി കാണാം. ആരെയാ? ഡയറക്ടർ സാർ. സാറിനെ കുറിച്ച് റാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാറ് ഡയറക്ട് ചെയ്യുന്ന ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ് സർ. യു നോ, ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ദിസ്. സാറിന്റെ അവളുടെ രാവുകളിലെ സീമ ചേച്ചിയുടെ അഭിനയവും ഡ്രസ് കോഡും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് സർ. അത് ഞാനാണെന്ന് വിചാരിച്ചു. അല്ല മോളെ, ഐവി ശശിയാ. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ പടത്തിലല്ലേ ശബരിമലയിലേക്ക് പോകുന്നതും അയ്യോ അച്ഛാ പോലെ അത് കുട്ടികള്? ഞാനല്ല മോളെ, ശ്രീനിവാസൻ. അപ്പൊ സാറിന്റെ പടം ഏതാ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം, മൈ ഡെബ്യൂ. അതിരിക്കട്ടെ, നമ്മുടെ പടത്തിലെ ഹീറോ ആരാ സർ? അതെനിക്കെങ്ങനെ അറിയാം? ഹീറോ എത്തിയല്ലോ. അണ്ണാ, എന്താണത്? കൺഗ്രാറ്റ്സ്. ഏയ്, ആദ്യം അണ്ണൻ ഇത് പിടിച്ചേ. ഛേ, ഇത് വളരെ മോശമായി പോയി. ഞാനും കുറെ അവളുടെ പുറകെ നടന്നായിരുന്നു, പക്ഷെ വർക്കൗട്ടായില്ല. വെറും 3-4 ദിവസം കൊണ്ട് നിങ്ങൾ അവളെ വീഴ്ത്തി കളഞ്ഞില്ലേ? സമ്മതിച്ചു, എന്നെ അവളെ ചതിച്ചാ. എന്നാലും അവളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഏയ്, ആരെ കുറിച്ച് നീ പറഞ്ഞു വരുന്നത്? ആ റെഡ് കളർ ഡ്രസ് ഇട്ട പെണ്ണിനെ. റാം അവിടെ എന്ത് ചെയ്യുവാ? സീൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ഡയറക്ടർ നിങ്ങളല്ലേ? ഡയറക്ടറൊക്കെ ഞാൻ തന്നെയാ, പക്ഷേ പടത്തിന്റെ കഥ അവന്റെയാ. അപ്പൊ എനിക്കാര് സീൻ പറഞ്ഞു തരും? ഞാനുണ്ടല്ലോ നിനക്ക് അതൊക്കെ പറഞ്ഞുതരാം. ദാ കേട്ടോ. ഓക്കെ. 3 ചെറുപ്പക്കാരെ നീ ഒരുമിച്ച് കാണുന്നെന്ന് വിചാരിക്കുക. അത് ഈ 2 പേരെ നീ പ്രേമിച്ചെന്ന് വിചാരിക്കുക. അതിൽ ഒരുത്തനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വിചാരിക്കുക. അവനെ അവസാനം നീ കളിപ്പിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് ഐ ലവ് യു എന്ന് മറ്റവനോട് പറയുക. അടിപൊളി സീനാ സർ. വാട്ട് എ ക്രിയേറ്റിവിറ്റി. യു ആർ ബ്രില്യന്റ് സർ. ഡയറക്ടർ സർ, സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? നീ എഴുതിയതുപോലെ അല്ല, പറഞ്ഞതുപോലെ പറഞ്ഞു. ആ, വെരി ഗുഡ്. ശ്രുതി, നീ അടിച്ച് പൊളിച്ചോ. ഈ സീനില് നീ ഉണ്ടാവരുത്, നിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബൈ ദ ബൈ, ഇത് ഓഡിഷൻ മാത്രമാണ്. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഇംപ്രസ്ഡ് ആയ നീ അല്ലേ ഹീറോയിൻ, അല്ലേ സർ? നീ പറഞ്ഞു തന്നെ കറക്റ്റ്. ബ്ലെസ് മീ സർ. താങ്ക് യു. എന്തൊക്കെ എവിടെ നടക്കുന്നത്? ഹീറോ ആരാണ് സാർ? വീരുബായുടെ അനിയൻ. ഇനി അടുത്തത് ഞാൻ അവനെ തട്ടാൻ പോകുന്ന. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സാർ എന്നെയും കൂടി ഇതിൽ പിടിച്ചെടുത്തത്? ഹായ്. ആക്ച്വലി 3 ദിവസം മുമ്പ് ഞാൻ നിന്നെ കണ്ടപ്പോ മുതല് മനസ്സ്, ഹൃദയം, ഹാർട്ട് അതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാ ഒന്നു മാത്രം ബാക്കിയുണ്ട്. ഐ ലവ് യു. അണ്ണാ, അവളെ നിങ്ങളോട് ഇഷ്ടമാണെന്നൊക്കെ പലതും പറഞ്ഞെന്ന് വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അണ്ണനിപ്പോൾ അവളെ മാരേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്യാം. ഞാനാ പറയണേ. ആ, താങ്ക്സ് അണ്ണാ. ഡേയ്, അവളെ എനിക്ക് ഇനിയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോടാ? നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരു തരം ഹൃദയമെടുപ്പ്.